75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആയിരിക്കും മുഖ്യാതിഥി. 13,000 പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളും ദില്ലിയിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സിബി, സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ തലത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇന്ന് ദില്ലിയിലെ ആഘോഷങ്ങൾ, അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ്, അദ്ദേഹമാണ് ഇന്ന് മുഖ്യാതിഥിയായി എത്തുന്നത്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യം തന്നെ തീർച്ചയായും ഒരു സങ്കീർണമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെയാണ് രാജ്യമുള്ളത് നമുക്ക് പറയാം. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയും ആ ഒരു വിശ്വാസം വോട്ടാക്കി മാറ്റുന്ന ഒരു നയവുമായി BJP സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ രാജ്യം മറ്റൊരു 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് കൂടി കടക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും രാജ്യ തലസ്ഥാനത്ത് വലിയ കനത്ത സുരക്ഷയിലാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുക. കാരണം അയോധ്യ രാമപ്രതിഷ്ഠയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഏകദേശം 7ഓളം സംസ്ഥാനങ്ങളിൽ വിവിധ അക്രമ സംഭവങ്ങൾ സംഘപരിവാർ അഴിച്ചുവിട്ടു എന്നെല്ലാം തന്നെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വലിയ കനത്ത സുരക്ഷാ വലയത്തിലാണ് ദില്ലി നഗരം ആകമാനമുള്ളത്. രാജ്യ തലസ്ഥാനത്ത് ഏതാണ്ട് 7:00-ക്ക് ശേഷം ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇന്നിപ്പോൾ ഇന്ത്യ ഗേറ്റ് സമീപം യുദ്ധ സ്മാരകത്തിൽ ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അതുകൂടാതെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആണ്. അദ്ദേഹമായിരിക്കും ഇന്നത്തെ രാജ്യത്തിൻ്റെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്നലെ തന്നെ രാജ്യ തലസ്ഥാനത്ത് എത്തിയിരുന്നു. ഇന്നിപ്പോൾ 8 മണിയോടെ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഏകദേശം 10 മണിയോടെ വിവിധ സേനകൾ അണിനിരക്കുന്ന മാർച്ച് പാസ്റ്റും അതോടൊപ്പം തന്നെ പരേഡും വിവിധ പ്ലോട്ടുകൾ ഉൾപ്പെടെ എല്ലാം തന്നെയും അരങ്ങേറുകയും ചെയ്യും. ഇതിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വനിതകൾ കൂടുതലേറെയും പ്രാധാന്യമുള്ള വനിതകൾ കൂടുതലും പങ്കെടുക്കുന്ന പ്ലോട്ടുകളായിരിക്കും. അതോടൊപ്പം തന്നെ പരേഡുകളായിരിക്കും. പ്രത്യേകിച്ച് നാവികസേനയും കരസേനയും വ്യോമസേനയും എല്ലാം തന്നെയും വനിതകൾ മാത്രമുള്ള പ്രത്യേക പരേഡുകളും മറ്റും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ ഏകദേശം 100ഓളം സ്ത്രീകൾ വാദ്യ ഉപകരണങ്ങളുമായി ഈ പരേഡിൽ അണിനിരക്കുകയും ചെയ്യും. ഈ പരേഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പ്ലോട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെയും പ്ലോട്ടുകൾക്ക് അനുമതി നൽകിയിട്ടില്ല. അത് കേന്ദ്രാനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിൽ വികസിത ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നിങ്ങനെ ഒരു പ്രമേയത്തിലാണ് ഈ പ്ലോട്ടുകളെല്ലാം തന്നെയും അല്ലെ ഈ തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഈ പ്ലോട്ടുകൾ കേരളത്തിന് അനുവദിച്ചിട്ടില്ല ഈ തവണയും. UP ഉൾപ്പെടെയല്ല BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് കൂടുതലായും പ്ലോട്ടുകൾക്ക് അനുമതിയുള്ളൂ. എന്തായാലും ഏകദേശം 16ഓളം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 16ഓളം സംസ്ഥാനങ്ങൾക്കാണ് ഈ പ്ലോട്ടിന് അനുമതിയുള്ളൂ. ഇവരെല്ലാം തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ഏകദേശം 10 മണിയോടെയായിരിക്കും ഈ പരേഡുകൾ ആരംഭിക്കുക. എന്തായാലും ഇന്ത്യ ഗേറ്റിന് സമീപം കർത്തവ്യ പഥത്തിലാണ് ഇതെല്ലാം ഈ പരേഡുകളെല്ലാം തന്നെ നടക്കുക. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 132 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ 110 പേർക്ക് പത്മശ്രീ പുരസ്കാരവും അതോടൊപ്പം തന്നെ 5 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരവും 17 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരവും സമ്മാനിക്കുകയും ചെയ്തു. ഇതിൽ മലയാളികൾക്ക് അഭിമാനകരമായി എടുത്തു പറയേണ്ടത് പത്മവിഭൂഷണിൽ മലയാളി ആരും തന്നെയും ഇടം പിടിച്ചിട്ടില്ല. പക്ഷേ പത്മഭൂഷൺ 2 മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് BJP നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ O രാജഗോപാലനും അതോടൊപ്പം തന്നെ ഈ മരണാനന്തര ബഹുമതിയായി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ ബീവി, ഈ 2 പേർക്കാണ് പത്മഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. അതുകൂടാതെ പത്മ പുരസ്കാരം 110 പേർക്കാണ്. അതിൽ 6 മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ പത്മ പുരസ്കാരങ്ങൾ കൂടി ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും വിവിധ സൈനിക മെഡലുകൾ പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം കൊണ്ടാടുക. ഇതിൻ്റെ ഭാഗമായി ഇന്ന് ദില്ലിയിലാകമാനം കനത്ത സുരക്ഷയുണ്ട്. ആരാധനാലയങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ അടക്കമുള്ള എല്ലാത്തിൻ്റെയും കനത്ത സുരക്ഷയിലാണ്. ഇന്നിപ്പോൾ ഈ ഇന്ത്യ ഗേറ്റ് അടക്കം എല്ലാത്തിൻ്റെയും ഇത്തരത്തിൽ 8,000ഓളം സേനകളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതുകൂടാതെ കടുത്ത ഗതാഗത നിയന്ത്രണവും ഇന്ന് ഉച്ചവരെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ പ്ലോട്ടുകൾ അണിനിരക്കുകയും ചെയ്യും. എന്തായാലും ഇന്നിപ്പോൾ ഈ രാവിലെ 8 മണിയോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യും. കീർത്തി.
സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ രാഷ്ട്രീയ തലങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രധാനമായും ഓർക്കേണ്ട ഒന്നാണ് ഈ തിങ്കളാഴ്ച നടന്ന ജനുവരി മാസം 22-ാം തീയതി നടന്ന അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ. പ്രധാനമന്ത്രി എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല അവിടെ ഒരു മുഖ്യ കാർമ്മികനാകുന്നു. അതും ഒരു പള്ളി പൊളിച്ച് അവിടെ നിയമ പോരാട്ടങ്ങൾ നടത്തി തങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ വിധി ഉണ്ടാക്കിയതിന് ശേഷമാണ് അവിടെ ക്ഷേത്രം പണിയുന്നതും അവിടെ പ്രതിഷ്ഠ നടത്തുന്നതും. ഇതൊക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് റിപ്പബ്ലിക്കിന്റെ ഒരു നിലനിൽപ്പിന് തന്നെ വെല്ലുവിളിയായി മാറുന്ന ഈ ഒരു സമയം എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും കീർത്തി, രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷം വഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക്കായ ഒരു ആഘോഷം നമ്മൾ കൊണ്ടാടുമ്പോൾ സ്വാഭാവികമായും ഇന്ന് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഹിന്ദു മതരാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേകമായ മതരാഷ്ട്രത്തിന് വേണ്ടി പോരാടുന്ന RSS നയിക്കുന്ന BJP സർക്കാരാണ് ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒരു മൂർത്തഭാവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ജനുവരി 22-ന് ബാബറി മസ്ജിദ് പൊളിച്ച് അതേ സ്ഥലത്ത് പാതി നിർമ്മാണം മാത്രം പൂർത്തിയാക്കിയ അയോധ്യ രാമക്ഷേത്രം, രാമക്ഷേത്രത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മതേതര ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ തന്നെ ആ ഒരു ചടങ്ങ് നിർവഹിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. മാത്രമല്ല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും എല്ലാ നിലയും പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വന്നു. അതിനുശേഷം രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്ന് തന്നെയാണ് RSS അവകാശപ്പെട്ടതും. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും ഇതിൽ ഏറെ പ്രസക്തമാണ്. ഒരു മതപ്രഭാഷകനെ പോലെ അദ്ദേഹം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നു. അങ്ങനെ ഒരു മതേതര ഇന്ത്യയുടെ നിറം കിടത്തുന്ന ഒരു നടപടിയിലേക്കാണ് ജനുവരി 22-ന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം എന്നതിൽ തന്നെ കുറിക്കപ്പെടുന്ന ഒരു ദിവസമായി ജനുവരി 22 മാറുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം 1992-ലാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. അതിനുശേഷം ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് നിയമപരമായി തെറ്റാണെന്നും അതുകൂടാതെ അവിടെ ഈ ബാബറി മസ്ജിദിനുള്ളിൽ ഇത്തരത്തിൽ ഈ ഹിന്ദു അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചത് തെറ്റാണെന്നും സുപ്രീം കോടതി അടക്കമെല്ലാം നിലയും ചൂണ്ടിക്കാട്ടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവിടെ ക്ഷേത്രം പണിയാൻ വേണ്ടി സുപ്രീം കോടതി അനുമതി നൽകുകയായിരുന്നു. എന്തായാലും ഈ ഒരു സുപ്രീം കോടതിയുടെ ഒരു മറവിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അവിടെ ഒരു അയോധ്യ രാമക്ഷേത്രം പണിയുമ്പോൾ സ്വാഭാവികമായും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ തർക്കഭൂമിയിലെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കാഹളധ്വനി തന്നെ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. മാത്രമല്ല ഇനി BJPയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസത്തെ വോട്ടാക്കി മാറ്റുക, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു അയോധ്യ വിഷയം കത്തിച്ചു നിർത്തുക എന്നുള്ള ഒരു അജണ്ടയുമായി BJP മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഭാഗമായി അയോധ്യയിലേക്ക് ഒരു ദിവസം 50,000 പേരെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ആളുകളും പരമാവധി 1000 പേരെ ഉൾപ്പെടെ തന്നെയും എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ 50,000 പേരെ എത്തിച്ചുകൊണ്ട് ഈ അയോധ്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേകമായ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൽകുന്നു. BJPയുടെ ദേശീയ നേതാക്കൾ കുടുംബസമേതം എത്താൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ എല്ലാം തന്നെയും ഒരു ഇത്തരത്തിൽ ഒരു മതേതര ഇന്ത്യയുടെ നിറം കിടത്തുന്ന ഒരു സംഭവ വികാസങ്ങളാണ് ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഉണ്ടാകുന്നതും പറയാതെ വയ്യ. മാത്രമല്ല ഇപ്പോൾ നമുക്കൊന്നറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മറ്റും നോക്കിയാൽ ട്രെയിൻ ടിക്കറ്റുകളൊന്നും തന്നെ ലഭ്യമല്ല. ട്രെയിനുകളെല്ലാം നിലയും സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ ട്രെയിനുകളെല്ലാം നിലയും അയോധ്യയിലേക്കാണ് ഇപ്പോൾ പുറപ്പെടുന്നത്. നിരവധി ട്രെയിനുകൾ, അതായത് കേരളത്തിലേക്ക് പോകുന്ന നിരവധി ട്രെയിനുകൾ, കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന നിരവധി ട്രെയിനുകളെല്ലാം നിലയും അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന രീതിയിൽ വഴിതിരിച്ചു വിടുന്ന ഒരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ആളുകളെല്ലാം തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം തന്നെയും എത്രത്തോളം വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ ആ രീതിക്ക് BJP സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും അത് തന്നെയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു അയോധ്യ രാമക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതൊരു വോട്ടാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന BJP സർക്കാരിൻ്റെ നിലപാടുകളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു രാമരാജ്യം തന്നെയല്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രം തന്നെയാണ് BJPയുടെയും RSSൻ്റെയും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഈ ഒരു ബാബറി മസ്ജിദ് പൊളിക്കുകയും അല്ലെങ്കിൽ അവിടെ ഒരു അയോധ്യ രാമക്ഷേത്രം എന്ന അജണ്ട മുൻനിർത്തിക്കൊണ്ടായിരുന്നു BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും വളർച്ച എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഏറ്റവും ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ ഒരു രാഷ്ട്രീയമായി അത്തരത്തിലൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷം കടന്നു പോകുന്നതെന്ന് കൂടി നമുക്ക് പറയാതെ വയ്യ. എന്തായാലും ഈ ഒരു രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം ഏകദേശം 7ഓളം സംസ്ഥാനങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ സംഘപരിവാറുകൾ അക്രമം അഴിച്ചുവിട്ടുവെന്ന റിപ്പോർട്ടുകൾ
റിപ്പോർട്ടുകളും എന്തെങ്കിലും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം അന്ന് മുംബൈയിലും മറ്റുമെല്ലാം തന്നെ നടന്ന സംഭവമെല്ലാം തന്നെയും നമ്മുടെ മുൻപിലുണ്ട്. അതുകൂടാതെ ഡോക്യുമെൻ്ററി പോലും പ്രദർശിപ്പിക്കുന്ന തടയുന്ന രീതിയിലേക്ക് സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ പോലും ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും രാജ്യത്താകമാനം ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന് വേണ്ടി ഇടപെടുന്ന അതിനുവേണ്ടി ഒരു ഭരണകർത്താവായ രാജ്യത്തിൻ്റെ മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അതിനെ ആഹ്വാനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകരമായ കാര്യം. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിനാഘോഷം കൂടി 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം കൂടി കടന്നു പോകുന്ന കാര്യം കൂടി യഥാർത്ഥ വസ്തുതയാണ്. കീർത്തി. ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യം പറഞ്ഞതുപോലെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷം ആചരിക്കുന്നത്.